In this video, we can discuss about the designing of aseptic area. എങ്ങനെയാണ് നമ്മൾ aseptic area ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Let's start with the building design, construction and production facility. Production of sterile product should be carried out in clean environment, which will reduce the risk of product contamination. The product area normally divided into cleanup area, compounding area, aseptic area, quarantine area and packaging area. All this area should be designed and constructed for ease of cleaning, efficient operation and attractiveness to the personnel. So this is a flow chart of an aseptic area. Here we have preparation area, cleanup area, sterilization area, aseptic filling area, quarantine area and packaging area and storage and shipment area. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. നമുക്ക് പാരന്റൽ പ്രിപ്പറേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള എക്യുപ്മെൻസുകളും ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സുകളും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് നേരിട്ട് അസെപ്റ്റിക് ഫില്ലിംഗ് ഏരിയയിലോട്ടാണ് കൊണ്ടുവരിക. അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരിട്ട് നമ്മളെ റോ മെറ്റീരിയൽസുകൾ പ്രിപ്പറേഷൻ ഏരിയയിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അൺഡിസോൾവ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസുകളോ കണ്ടാമിനേറ്റിംഗ് മൈക്രോ ഓർഗാനിസംസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഫിൽട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അസെപ്റ്റിക് ഫില്ലിംഗ് ഏരിയയിലോട്ടാണ് അത് കൊണ്ടുവരിക. അതിനുശേഷം അസെപ്റ്റിക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് അത് ക്വാറന്റൈൻ ഏരിയയിലോട്ട് മാറ്റാം. ഓക്കെ, കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ഒരു ലേ ഔട്ട് നമുക്ക് എടുക്കാം. ഇവിടെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് പാരന്റൽ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആൻഡ് ക്ലോഷേഴ്സ് ആദ്യം തന്നെ നമ്മൾ ക്ലീനിങ് ഏരിയയിൽ ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റെറൈൽ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസുകളും ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് നമ്മൾ കോമ്പൗണ്ടിങ് ഏരിയയിലോട്ട് കൊണ്ടുവരും. ദെൻ സ്റ്റെറൈൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ, വെഹിക്കിൾസുകൾ, സൊല്യൂട്ടുകൾ കോമ്പൗണ്ടിങ് ഏരിയയിൽ എക്യുപ്മെൻസുകൾ യൂസ് ചെയ്തിട്ട്, ടാങ്ക്, മിക്സിംഗ് ടാങ്ക് പോലെയുള്ള എക്യുപ്മെൻസുകൾ യൂസ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ കോമ്പൗണ്ടിങ് ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മളത് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക, ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്യും. അതിനുശേഷം നമ്മൾ ഫിൽട്രേഷൻ നടത്തും, ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടാമിനേറ്റിംഗ് പാർട്ടിക്കിൾസുകളും അൺഡിസോൾവ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസുകളും കണ്ടാമിനേറ്റിംഗ് മൈക്രോ ഓർഗാനിസത്തിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ അതിന് ഫിൽട്രേഷൻ നടത്തും. ഇങ്ങനെ ഫിൽട്രേഷൻ നടത്തി സ്റ്റെറൈൽ ഫാർമസ്യൂട്ടിക്കൽ പാരന്റൽ പ്രിപ്പറേഷൻസുകൾ അസെപ്റ്റിക് ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഫില്ല് ചെയ്ത ഉടനെ തന്നെ നമ്മൾ അതാത് ബോട്ടിലോട്ട് ഫില്ല് ചെയ്ത ഉടനെ തന്നെ നമ്മൾ സീൽ ചെയ്യും. ദെൻ വി വിൽ ട്രാൻസ്ഫർ ഇൻ ടു പാക്കേജിങ് ഏരിയ, ദെൻ പ്രൊഡക്റ്റ് സ്റ്റോറേജ് ഏരിയ. അപ്പോൾ ഇവിടെ 3 ഏരിയകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒന്ന് കൺട്രോൾഡ് ക്ലീൻ എൻവിറോൺമെൻറ്റ് ഏരിയ, അസെപ്റ്റിക് ഏരിയ ആൻഡ് ക്ലീൻ ഏരിയ. ഇത്രയും ഏരിയകൾ നിർബന്ധമായിട്ടും അസെപ്റ്റിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഏരിയാസുകളാണ്. ഇവിടെ ഫില്ലിങ് കഴിഞ്ഞ് സ്റ്റെറിലൈസേഷൻ പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ അസെപ്റ്റിക് ഏരിയ ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതെന്താണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, so clean area of the production of sterile products are classified into 4 grades: A, B, C and D. And these grades are categorized by particulate quantity of environmental air when clean area is operating in both a manned and unmanned state. That means ആ ഒരു ഏരിയ ക്ലീൻ ഏരിയ അല്ലെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് ഏരിയ വർക്ക് ഉള്ള സമയത്തും വർക്ക് ഇല്ലാത്ത സമയത്തും, അവിടെ ഓപ്പറേറ്റർ ഇല്ലാത്ത സമയത്തും ഓപ്പറേറ്റർ ഉള്ള സമയത്തും നമ്മൾ മോണിറ്റർ ചെയ്ത് എത്രത്തോളം പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സുകൾ, എൻവിറോൺമെന്റിൽ എത്രത്തോളം പാർട്ടിക്കിൾസുകളൊക്കെ ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, these area are graded by microbial monitoring of the environmental air, surface and operator when the area is functioning.
So this is the classification of aseptic area according to grade A, B, C and D. Okay, now these are the maximum number permitted per cubic meter of area with these particle size. That means grade A ഏരിയയിൽ അവിടെ ഓപ്പറേഷൻ ഒന്നും നടക്കാത്ത സമയത്ത് maximum permitted number of particle per cubic meter allowed is 0.5 millimeter particle size ഉള്ള 3500 വരെയുള്ള particles allowed ആണ്. നേരെ മറിച്ച് 5 millimeter particle size ഉള്ള ഒരു particle പോലും allowed അല്ല. ഇനി operation state also same 3500 and 0 with a particle size of 5 millimeter. So this is the most controlled area or aseptic area എന്ന് പറയുന്ന ഏരിയ ആണ് ഗ്രേഡ് എ എന്ന് പറയുന്ന ഏരിയ. ഈ ഏരിയയിലാണ് നമ്മൾ അതിൽ അസെപ്റ്റിക് പ്രിപ്പറേഷൻ, സ്റ്റെറൈൽ പ്രിപ്പറേഷൻസിന്റെ ഫില്ലിങ്ങുകളൊക്കെ നടക്കുന്ന ഏരിയ എന്ന് പറയും. ഓക്കെ, നൗ ഗ്രേഡ് ബി ഏരിയ അലൗഡ് മാക്സിമം നമ്പർ പെർമിറ്റഡ് per meter cube is 3500 with particle size of 0.5 millimeter, 0 with particle size of 5 millimeter, 350,000 particles per cubic meter with particle size of 0.5 millimeter and maximum of 200 particles per meter cube of particle size with 5 millimeter size. So these are the different area. അങ്ങനെ സിയും ഡിയും ഒക്കെ ഇങ്ങനെ maximum number of particle per meter cube ഏരിയയിൽ എത്രത്തോളം പെർമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ഉണ്ട് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, now what is the importance of this area? The operation to be carried out should be in this specified area. We have two kind of preparation. First one is aseptic preparation which cannot be terminally sterilized. Heat stability ഇല്ലാത്ത ഡ്രഗ്സുകളൊക്കെ അസെപ്റ്റിക് അല്ലെങ്കിൽ സ്റ്റെറൈൽ പാരലൽ പ്രിപ്പറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ടെർമിനൽ സ്റ്റെറിലൈസേഷൻ, ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റിന്റെ പ്രിപ്പറേഷനും ഫില്ലിങ്ങും ഗ്രേഡ് എ ഏരിയയിൽ വെച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, and grade B ഏരിയയിൽ ബാക്ക്ഗ്രൗണ്ട് റൂം കണ്ടീഷൻ ഫോർ ആക്ടിവിറ്റി റിക്വയറിംഗ് ഗ്രേഡ് എ. ഗ്രേഡ് എക്ക് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റി അതിനെ ഒന്ന് ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയയിൽ നമ്മൾ ബി എന്ന് പറയുന്ന കണ്ടീഷൻ, ഗ്രേഡ് ബി എന്ന് പറയുന്ന കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ഗ്രേഡ് സിയിൽ നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് സൊല്യൂഷൻ ടു ബി ഫിൽട്ടർ ചെയ്യുന്നതിന് മുന്നേയുള്ള പ്രിപ്പറേഷൻസുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സി എന്ന് പറയുന്നത്. കാരണം ഇൻ കേസ് ഇനി ആ ഏരിയയിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസുകൾ ഉണ്ടെങ്കിലും ഫിൽട്രേഷൻ ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾസുകൾ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കളയാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പെർമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ടെർമിനലി സ്റ്റെറിലൈസ്ഡ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് നമ്മൾ അസെപ്റ്റിക് ഫില്ലിംഗ് കഴിഞ്ഞ് ടെർമിനൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഫില്ലിംഗ് ഓഫ് ദി പ്രൊഡക്റ്റ് should be done in grade A area and placement of filling and sealing machine, preparation of solution and filling of product when unusually at risk. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഗ്രേഡ് സി ഏരിയയിൽ വെച്ചിട്ട് ഈ പറയുന്ന ഓപ്പറേഷൻസുകളൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ഗ്രേഡ് ഡി ഏരിയയിൽ മോൾഡിംഗ്, ബ്ലോയിങ് ഓപ്പറേഷൻസ് ഓഫ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ, പ്രിപ്പറേഷൻ ഓഫ് സൊല്യൂഷൻ ആൻഡ് കമ്പോണൻസ് ഫോർ സബ്സിക്വന്റ് ഫില്ലിംഗ്, ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, now another classification of aseptic area according to ISO. It is classified into ISO 1, 2, 3, 4, 5 and 6. And these are the maximum number of particles per cubic meter with particle size of 0.1 millimeter, 0.2 millimeter, 0.3 millimeter and 0.5 millimeter and 5 millimeter. Okay, so these are the different maximum number of particles with this particle size and different area. അപ്പോൾ ഇത് വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ്. Now another classification of aseptic area according to the class 100, class 1000, class 10,000 and class 1 lakh. And this area will correspond to class 100 will be corresponding to ISO 5 area, and here maximum number of particles not more than 0.5 millimeter with 3520, maximum number allowed is 3005 only. So
So this is the corresponding area. Grade area is corresponded to class 100 area, and which is corresponded to ISO class 5 area. In grade B class 1000 and ISO class 6. Grade C class 10,000, class 7. Okay. Now depending upon the operation of clean and aseptic room, which are recognized by three main area: black area, gray area, white area. അതായത് മൈക്രോ ഓർഗാനിസത്തിന്റെ കണ്ടാമിനേഷൻ കൺട്രോൾ ചെയ്യുന്നത് പോസിബിൾ ആണോ ഇമ്പോസിബിൾ ആണോ എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ആ ഏരിയനെ ബ്ലാക്ക് ഏരിയ, ഗ്രേ ഏരിയ ആൻഡ് വൈറ്റ് ഏരിയ എന്ന് പറയും. ബ്ലാക്ക് ഏരിയ ഈസ് ആൾസോ നോൺ ആസ് ഡേർട്ടി ഏരിയ വേർ ദ പാർട്ടിക്കിൾസ് ആൻഡ് മൈക്രോബിയൽ കൺട്രോൾ ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. ആൻഡ് ഗ്രേ ഏരിയ ഈസ് സെമി ക്ലീൻ ഏരിയ, a high standard of hygiene and cleanliness operator and reduction of microbial contamination is possible. Next one is white area or clean area where the full environment control is operational and specific protective clothing is worn by the operator, and this area may be class 1 aseptic room or class 2 clean room, possibly with laminar airflow unit instead of at the terminal operation point such as filling lines. So that is the white area. It is almost equal to the class 1 and class 2, that means aseptic area and clean area. Now these are the recommended limit of microbiological monitoring of clean area in operation. This is grade A, B and C. This is the maximum number of colony forming unit per meter cube in the air sample. Maximum allowed is 1, less than 1, and by settle plate method it is less than 1. എന്താണ് ഈ എയർ സാമ്പിൾ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബയോബേർഡൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കൾച്ചർ പ്ലേറ്റുകൾ കുറച്ച് സമയം നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുക. അതിലോട്ട് എയർ നമ്മൾ സാമ്പിൾ ചെയ്യിക്കുന്ന സമയത്ത് ആ എയറിൽ maximum colony forming unit, it is a unit used in microbiology to estimate the number of viable microorganism or fungus in a sample. So settle plate method ആണെന്നുണ്ടെങ്കിലും നമ്മൾ 2 hour നമ്മൾ പ്ലേറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിൽ എത്രത്തോളം പാർട്ടിക്കിൾസ് വിത്ത് മൈക്രോ ഓർഗാനിസം സെറ്റിൽ ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ നമ്പറാണ്. should be less than 1. And contact plate method, if we are passing or if are rolling the plate along the surface to be sampled. And glove point method, 5 finger നമ്മൾ കൾച്ചർ മീഡിയത്തിൽ വെച്ചിട്ട് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയും ചെയ്യുന്നത്. Okay, so these are the different grade and the maximum number of microbiological organism allowed. Now coming to the design, construction and production facility. നമ്മൾ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം പറയേണ്ടത്. The sterile production unit must be separated from the general manufacturing area within the hospital, pharmacy or the factory. ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മളൊരു കാരണവശാലും സ്റ്റെറൈൽ പ്രൊഡക്ഷൻ ഏരിയ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. Then sterile production unit must not be accessible to unauthorized personnel. Only the operator who are working in the aseptic area who will be get trained for GMP, good manufacturing practiceൽ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഏരിയയിലോട്ട് അതോറിറ്റി കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്, അല്ലെങ്കിൽ ആക്സസ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. Then clean room should be remote from the main corridor, stairways or lift. ലിഫ്റ്റിനടുത്ത്, അതായത് ക്രൗഡ് കൂടാൻ ചാൻസ് ഉള്ള അടുത്തുനിന്ന് നമ്മൾ മാറി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വേണം നമുക്കിങ്ങനെയുള്ള ഏരിയാസുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. It is important to design the clean room to be smallest, bearing in mind the operation to be undertaken and number of people likely to be employed in this area. Now coming to the design of floor, wall and ceiling. എങ്ങനെയൊക്കെ ആയിരിക്കണം അസെപ്റ്റിക് ഏരിയയിലുള്ള ഫ്ലോർ, വാൾ ആൻഡ് സീലിംഗ് ഒക്കെ എങ്ങനെ വേണമെന്നുള്ളതാണ്. All clean room surface including floor, wall and ceiling must be smooth, impervious, easy to clean and disinfectant, and should be constructed to minimize the microbial and particulate contamination.
And we can use flexing and non-flexing type of material. Flexing floor material may be made up of synthetic elastomers like polyvinyl chloride, which is an easily repairable and easily cleanable, and which is relatively cheap and simple. Flexing type എന്ന് പറയുന്ന സമയത്ത് കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ളതാണ്. Now coming to non-flexing floor, which are made up of hard inorganic filler substance in matrix material. If we are using concrete, it should be sealed with material resistant to the chemical, solvents and cleaning fluid. And wall must be made up of non-flammable, non-inflammable, fire-resistant material such as stainless steel, glass, enameled steel, and general plasters are easily damaged by impact. So inflammable അല്ലാത്ത നോൺ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് മാത്രമാണ് സൈഡ് വാൾസുകളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. സോ ദിസ് ഈസ് ആൻ പിക്ചർ വിച്ച് ഈസ് ഷോയിങ് ഫ്ലോർ ആൻഡ് സീലിംഗ് ഓഫ് ആൻ അസെപ്റ്റിക് ഏരിയ. അത്രയും സ്മൂത്ത് ആയിട്ടുള്ള, ഈസി ഓഫ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള നോൺ ഫ്ലെക്സിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിങ് മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫ്ലോറുകളൊക്കെ ഡിസൈൻ ചെയ്യുക. Okay, now in order to reduce the fungal growth, we can use 1% 8-hydroxyquinoline or pentachlorophenol or salicylinide. By adding this to epoxy paint or polyurethane paint, which can be used to avoid the cracking and peeling. സാധാരണ നമ്മൾ പെയിന്റിനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പീൽ ചെയ്ത് പോരാ, അങ്ങനെ തൊലി പൊളിഞ്ഞു പോരുന്ന പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എപ്പോക്സി റെസിൻ പെയിന്റ്സുകളാണ് കുറച്ച് ഫ്ലെക്സിങ് ടൈപ്പ് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് നല്ല മിനുസമുള്ള ടൈപ്പ്, പഴയ തിളങ്ങുന്ന ടൈപ്പ് ഉള്ള പെയിന്റിങ്ങുകളൊക്കെ ഉണ്ട്, ഇനാമൽ ടൈപ്പ് പെയിന്റിങ്. അങ്ങനെയുള്ള പെയിന്റിങ്സുകളാണ് സാധാരണഗതിയിൽ അസെപ്റ്റിക് റൂമിലെ വാൾസിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. And sealing is sealed to prevent the entry of microbial, kept to minimum. Now coming to next, that is the door, window and services. എങ്ങനെയാണ് അസെപ്റ്റിക് റൂമിലെ ഡോർ വിൻഡോകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഡോർ ആൻഡ് വിൻഡോ ഷുഡ് ബി ഫിറ്റ് ഫ്ലഷ് വിത്ത് ദ വാൾ. അതായത് വാളിൻ്റെ സെയിം സർഫസിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം അവിടെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ഡോറും വിൻഡോസുകളും. അതൊന്നും പൊങ്ങി നിൽക്കാനോ അല്ലെങ്കിൽ താഴ്ന്നു നിൽക്കാനോ പാടില്ല, സെയിം സർഫസിലായിരിക്കണം എന്നുള്ളത്. ആൻഡ് വിൻഡോസ് ഷുഡ് ബി മാക്സിമം അവോയ്ഡഡ്. ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ്, ഇറ്റ് ഷുഡ് സോളിലി ടു പ്രൊവൈഡ് ഇലൂമിനേഷൻ, നോട്ട് ഫോർ ദ വെന്റിലേഷൻ. ആൻഡ് ദേ ഷുഡ് ബി നോൺ ഓപ്പണബിൾ. വിൻഡോ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെന്റിലേഷന് വേണ്ടിയിട്ടല്ല, ഇലുമിനേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ തന്നെ പുറത്തുനിന്ന് അകത്തോട്ട് കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസ് കൊണ്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും നമ്മൾ വിൻഡോസുകൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ആൻഡ് ഡോർ ഷുഡ് ബി ഫിറ്റഡ് ബൈ മെയിൻറ്റെയിനിങ് പോസിറ്റീവ് പ്രഷർ എയർ ഫ്ലോ ആൻഡ് സെൽഫ് ക്ലോസിങ്. എപ്പോഴും അസെപ്റ്റിക് ഏരിയയുടെ ഡോർ തുറക്കുന്ന സമയത്ത് അസെപ്റ്റിക് റൂമിൻ്റെ അകത്തുള്ള എയർ പുറത്തോട്ട് വരിക എന്നല്ലാണ്ട് പുറത്തുനിന്ന് ഒരു കാരണവശാലും എയർ ഉള്ളിലോട്ട് പോകാൻ പാടില്ല. വി ഷുഡ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് പ്രഷർ ഇൻസൈഡ് ദ അസെപ്റ്റിക് റൂം. ആൻഡ് ദർ ഷുഡ് ബി ലിമിറ്റഡ് നമ്പർ ഓഫ് എൻട്രി ഡോർ ഫോർ പേഴ്സണൽ ആൻഡ് പോർട്ട് ഓഫ് മെറ്റീരിയൽ. എയർലോക്ക് ഡോർസ്, വാൾ പോർട്ട് ആൻഡ് ഓട്ടോക്ലേവ് ആൻഡ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസർ ഷുഡ് ബി ഫിറ്റഡ് വിത്ത് ഇന്റർലോക്ക് ഡോർ. So this is a picture which showing window of an septic area with the glass, and it is flush fitted, same surface as that of the wall. Now all the pipe service, coming to the service of a septic area, all the pipes which are passing through the wall of the room should be effectively sealed and should be flush fitting and easily cleaned. Gas cylinder should be excluded and all the gases should be piped from the outside to the aseptic area. Sink and drain must be excluded from the area where the aseptic procedure are performed in clean room areas. So this is another picture which will show the aseptic area. Now coming to next service, that is light source. Light source in the clean room are fitted with ceiling to reduce the collection of dust and to avoid the disturbance to the airflow pattern within the room. Non-essential switches such as room lighting switches and isolator
should be installed outside the clean area. Now next source of contamination is from personals. So the person who are coming into the aseptic area should be neat and reliable, and he should be in good health and free from dermatological condition, and usually the contamination is from the skin scale which are released by the operators. So the operator borne contamination can be controlled by limiting the number of operators in a clean area, restricting their movement, isolating them from product and the environment with the suitable protective clothing, and all the personnel should be trained for good manufacturing practice and aseptic techniques. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടാമിനേഷൻ വരാൻ ചാൻസ് പേഴ്സണൽസിൻ്റെയാണ്. അപ്പോൾ പേഴ്സണൽസ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന പേഴ്സണൽസിന് നിർബന്ധമായിട്ടും ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസിൽ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതായിരിക്കണം. അവർക്ക് അസെപ്റ്റിക് ടെക്നിക്കിനെ കുറിച്ച് നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആളായിരിക്കണം. ക്ലീൻ ആൻഡ് നീറ്റായിട്ട് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്സുകളൊക്കെ എടുത്തിട്ട് മാത്രമേ അസെപ്റ്റിക് ഏരിയയിലോട്ട് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. Now coming to the protective cloth for the operator. This is designed to prevent the contamination from the body and everyday clothing. Regular ആയിട്ട് നമ്മൾ വിയർ ചെയ്യുന്ന ക്ലോത്തിന് കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. They should be restricted to use in aseptic and clean area only. നമ്മൾ ഒരിക്കൽ അസെപ്റ്റിക് ഏരിയയിലോട്ട് കയറുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് അവിടെ മാത്രം യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കയറുന്ന സമയത്ത് നമ്മൾ ഈ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് വിയർ ചെയ്യും. ഇറ്റ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ് ബൈ മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഓർ എത്തിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ ബിഫോർ യൂസിങ് ഈച്ച് ടൈം. നമ്മൾ ആ യൂസ് ചെയ്യുന്ന ക്ലോത്തുകൾ സ്റ്റെറിലൈസേഷൻ ചെയ്യണം. സ്റ്റെറിലൈസ് ബൈ മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഓർ ബൈ എത്തിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ. അങ്ങനെ യൂസ് ചെയ്തത് നമ്മൾ ആ അസെപ്റ്റിക് ഏരിയയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വീണ്ടും അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കുകയും ചെയ്യണം. And the operator must wear sterile protective cloth made up of nylon and terling, including headwear, powder-free rubber or plastic glove, non-fiber shedding face mask and footwear. Fresh sterile clothing should be normally provided each time a person enter into an aseptic area. ഓരോ തവണ അസെപ്റ്റിക് ഏരിയയിലോട്ട് ഒരാൾ എൻ്റർ ചെയ്യുന്ന സമയത്തും ഫ്രഷ് ആയിട്ടുള്ള ക്ലോത്തിങ്സുകളാണ് അവർ വിയർ ചെയ്യേണ്ടത്. Okay, this is an protective cloth for an operator in an aseptic area. It should contain a safety glass, a cap and a face mask, glove, and cover all the body of clothing, covering all the body of the operator, and shoe cover and boots. Okay, so this is the protective clothing. Now coming to the cleaning and disinfection of aseptic area. Cleaning and disinfection procedure are used for removal of microbial and particulate contamination. Usually detergents, non-ionic and ionic surfactant are used as a cleaning agent. Different type of disinfectant should be employed in rotation to prevent the development of resistant strain of the microorganism. നമ്മൾ ഒരേ ഡിസിൻഫെക്റ്റൻ്റ് തന്നെ കുറേ സമയം അല്ലെങ്കിൽ ഒരേ റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്രോ ഓർഗാനിസം അതിനോട് റെസിസ്റ്റൻ്റ് ആവാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻറ്റുകൾ എപ്പോഴും റൊട്ടേറ്റ് ചെയ്തിട്ട് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് quaternary ammonium compound, sodium hypochlorite, ethanol, formaldehyde solution are used as disinfectant in clean area. Citramide or chlorhexidine in 70% alcohol are suitable for use as a skin disinfectant. So this is the cleaning and disinfection of aseptic area. So that is all about the designing and construction of aseptic area. Hope it is clear. Thank you for watching this video.